വെൽക്കം ബാക്ക് ടു സൈനോ ലേണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം നമ്മുടെ മുന്നിൽ വന്നെത്തിയിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ സയൻസിന്റെ എക്സാം അല്ലെ. നാളെ എക്സാം ഹാളിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ വളരെ സന്തോഷമായിരിക്കണം. ഈ ഹാപ്പി ഫേസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതാവണം. അപ്പോ നിങ്ങളെ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടുള്ളത്. എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്? അടിസ്ഥാന അളവുകൾ എത്ര? അല്ലെ, 7 എണ്ണമാണുള്ളത്. അവ ഏതെല്ലാം? അവയുടെ യൂണിറ്റുകളും എഴുതുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ 7 പേരെയും നിങ്ങൾ പഠിച്ചു വെക്കണം, അവരുടെ യൂണിറ്റുകളും. ഒന്നാമത്തെ ആളാണ് ലെങ്ത് അല്ലെ, നീളം എന്ന് പറയും. നെക്സ്റ്റ് വൺ മാസ്, ടൈം സമയം, ഇലക്ട്രിക് കറണ്ട് വൈദ്യുതി അല്ലെ, വൈദ്യുത പ്രവാഹ തീവ്രത പറയും. ടെമ്പറേച്ചർ താപനില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിന്റെ അളവ്, ലൂമിനസ് ഇന്റൻസിറ്റി പ്രകാശ തീവ്രത. ഇവരുടെയൊക്കെ യൂണിറ്റുകളും സിമ്പിളും നമുക്ക് തന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പോ ഈ ചോദ്യം വായിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഓക്കെ, നിങ്ങൾ DST ഈ കോഡ് ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ത്രികോണം വരച്ചു വെക്കുക. ഇത് കണ്ടോ, DST ആണ്. DST ഞാൻ അതുപോലെ കൊടുക്കുകയാണ്. മക്കളെ, ഈ S എന്ന് പറയുന്നത് സ്പീഡാണ്. എന്താണ് സ്പീഡ്? എന്താ നമ്മൾ പറയാതിന് മലയാളത്തിൽ? വേഗത എന്ന് പറയും. ഈ T എന്ന് പറയുന്നത് സമയമാണ്. D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ദൂരം. നിങ്ങളോട് സ്പീഡ് കണ്ടുപിടിക്കാൻ പറയും ചില സമയത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും, ചില സമയത്ത് നിങ്ങളോട് ടൈം കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചാല് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഒരിക്കലും മാറില്ല. സോ നമുക്ക് നോക്കാം. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ നോക്കൂ, ഡിസ്റ്റൻസ് അതായത് D സമം അല്ലെ, ദൂരം സമം താഴെ ആർക്കുള്ളത് ST അല്ലെ, അടുത്തല്ലേ, അതുകൊണ്ട് ഈ വര ഇൻഡു ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ D സമം S ഇൻറ്റു ടി കണ്ടോ. ഇനി നമ്മളോട് S ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ S റൗണ്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ S സമം പിന്നെ ആരുള്ളത് നോക്ക്, D/T കണ്ടോ, D/T. S സമം D/T. ഇനി അടുത്തത് നമ്മളോട് T ആണ് ചോദിച്ചത് വിചാരിച്ചോളൂ. അപ്പൊ T സമം D/S കണ്ടോ, T സമം D/S. ഇങ്ങനെ ഈ ത്രികോണം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരിക്കലും തെറ്റൂല ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്സർവ് ദ ഡയഗ്രാം. ഓക്കെ, നമ്മളവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, an object travels from A to C. എയിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ബിയിലൂടെ സിയിലേക്ക് പോവാണ് അല്ലെ, എയിൽ നിന്നും ബി വഴി സിയിലേക്ക് പോകുന്നു. ഓക്കെ, ആൻഡ് അതിനടുത്തുള്ള സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 3 മീറ്റർ/സെക്കൻഡ് ആണെന്ന്. ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്ട് ടു ട്രാവൽ അല്ലെ, ഇവിടെ എത്താൻ ഇത് എത്ര സമയമാണ് എടുത്തത് എന്നതാണ് നമ്മുടെ ചോദ്യം. സമയമാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. നോക്ക്, T സമം നമ്മൾ പഠിച്ചതാണ് D/S. സെറ്റല്ലേ? അപ്പൊ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മളിത് പഠിച്ചതുകൊണ്ട് നമുക്കിത് കിട്ടിയത് അല്ലെ. അപ്പൊ T സമം D/S, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ D ഡിസ്റ്റൻസ് എത്ര നമുക്കറിയാലോ, എയിൽ നിന്നും ബി വഴി സിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കടാ, A മുതൽ B വരെ 50 + 70, അപ്പൊ എത്ര വരും? 120 മീറ്റർ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. പിന്നെ സ്പീഡ് അല്ലെ, വേഗത നമുക്ക് തന്നിട്ടുണ്ട് 3 മീറ്റർ/സെക്കൻഡ് ആണ്. 3 മീറ്റർ/സെക്കൻഡ്. സെറ്റ് അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? T ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക, ഇക്വേഷൻ എഴുതി കൊടുക്കുക. മോനെ എന്തൊരു സിമ്പിൾ ആണല്ലേ. പിന്നെ എഴുതാണ് T സമം 120 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നമുക്കത് കിട്ടും 40 കിട്ടും അല്ലെ 40 നമുക്ക് കിട്ടും. സോ 40 മാത്രം എഴുതിയാ പോരാ അല്ലെ, സെക്കൻഡും കൂടെ എഴുതണം അല്ലെ, ബിക്കോസ് ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. സോ ഹിയർ വി ഗോട്ട് 40 സെക്കൻഡ് എന്ന് കിട്ടി. നെക്സ്റ്റ് ചോദ്യമാണ്, എയിൽ നിന്നും സിയിലേക്ക് നേരിട്ട് ഇതേ സമയം കൊണ്ട് തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ വസ്തുവിന്റെ വേഗത സ്പീഡ് കണക്കാക്കുക. അതായത് ഈ കുട്ടി റൂട്ട് മാറ്റാണ്, നേരത്തെ പോയത് വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് പോയത്. ശരിക്കും ആ കുട്ടിക്ക് എങ്ങനെ പോയാൽ മതിയാടാ? നോക്കടാ, ഇതേപോലെ പോയാൽ പോയത് എന്തൊരു ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കുട്ടി, ഈ വഴിയിലൂടെയാണ് കുട്ടി പോയതെങ്കിൽ അതിനടുത്ത സമയം ഇതേ സമയം തന്നെയാണ് അല്ലെ, T സമം 40 സെക്കൻഡ് തന്നെയാണെങ്കിൽ അവിടെ ആ കുട്ടിയുടെ സ്പീഡ് വേഗത എത്ര എന്നതാണ് നമ്മളുടെ ചോദ്യം.
എത്ര സിമ്പിളാ. സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതല്ലേ, എസ് സമം ഡി ബൈ ടി. എസ് സമം ഡി ബൈ ടി. നമ്മളോട് പറയുന്നത് എയിൽ നിന്നും സിയിലേക്ക് ഇതാ ഈ വഴി പോവുകയാണെങ്കിൽ അവിടെയുള്ള ഡി എന്ന് പറയുന്നത് എത്രയാണ്? 80 മീറ്റർ ആണ്. അതിനെടുത്തിരിക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട് 40 സെക്കൻഡ്. എന്താ ചോദ്യം? സ്പീഡ് കണ്ടുപിടിക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. സോ 80/40 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ അല്ലേ? എത്ര സിമ്പിൾ ആയിട്ടാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. DST ഡിസ്ട്രിക്റ്റ് ആലോചിച്ചാൽ മതി. ഡിസ്ട്രിക്റ്റ് എഴുതാൻ നമ്മൾ DST എന്ന് എഴുതാറുണ്ട് അല്ലെ? അപ്പൊ ഡിസ്ട്രിക്റ്റ് എന്ന് ആലോചിക്കുക. അപ്പൊ അങ്ങനെ കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ ചോദിക്കുന്നത്. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എപ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഇത് ചെറുതിൽ നിന്നും വലുതിലേക്കാണ് അല്ലെ? ചെറുതിൽ നിന്നും വലുതിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ചെറുതിൽ നിന്നും വലുതിലേക്ക് മാറ്റുന്ന സമയത്ത് എപ്പോഴും ഡിവൈഡഡ് ബൈ ആണ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 1000 ആണ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, സ്കൂളിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള ദൂരം 2250 മീറ്റർ ആണ് എങ്കിൽ അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റുക. ഈ 2250നെ ഇങ്ങോട്ട് മാറ്റണം, കിലോമീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിനെ എങ്ങനെയാ കിലോമീറ്ററിലേക്ക് മാറ്റുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 2250 ഡിവൈഡഡ് ബൈ 1000. 0 കട്ട് ചെയ്യുന്ന ബാക്കി എത്രയുള്ളത്? 2 അല്ലെ? 225/100 ഉണ്ട്. 100ൽ എത്ര 0 ഉണ്ട്? 2. അപ്പൊ നമ്മൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വരുന്ന രീതിയിൽ കൊടുക്കണം. 2.25 കിലോമീറ്റർ എന്ന ആൻസർ വരും. സെറ്റ് ആണല്ലോ, വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഒറ്റ കാര്യം മനസ്സിലാക്കുക, മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. താഴെ പറയുന്ന യൂണിറ്റുകളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കുറച്ച് യൂണിറ്റുകൾ ഉണ്ട്. കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ. എടാ, കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം ഇതൊക്കെ മാസിന്റെ യൂണിറ്റുകളാണ്. എന്നാൽ ഈ മില്ലിമീറ്റർ എന്ന് പറയുന്ന ആരുടെ യൂണിറ്റാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. സോ കൂട്ടത്തിൽ പെടാത്തത് ഇയാളാണ്. അപ്പൊ അടുത്ത ചോദ്യം ഉണ്ടല്ലോ, എന്തൊക്കെയോ തന്നിട്ടുണ്ടല്ലേ, മൈക്രോമീറ്റർ, കിലോമീറ്റർ, മില്ലിഗ്രാം, അങ്ങനെ എന്തൊക്കെ തന്നിട്ടുണ്ട്. സോ അതിൽ ആരാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. ഇന്ന് രാത്രി നമുക്ക് ലൈവ് ഉണ്ട്. ലൈവിൽ വരിക. സൂപ്പർ ആയിട്ട് 3 സബ്ജക്റ്റുകൾ നമ്മൾ പൊളിച്ചെടുക്കും. ഓൾ ദി ബെസ്റ്റ്.